ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിതാ വൈകുന്നേരത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും പുറത്ത് പോകാറില്ല. നമ്മുടെ കയ്യിൽ കാറില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഒന്നും പുറത്ത് പോകാറില്ല കേട്ടോ. ഇന്ന് പിക്കാടെ ഫ്രണ്ടിൻ്റെ കാറ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2-3 കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ ഇല്ല, ഇട്ടത് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ പഴകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാരണം ഓരോ ഡ്രസ്സ് പിള്ളേർക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളങ്ങനെ ഡ്രസ്സൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ലൊരു ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഇക്കാക്കയും കുഞ്ഞുങ്ങളും കൂടെയും എന്താ പറയുക റെഡി ആയിട്ട് നിൽക്കണതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെയും കാറിൽ കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ കോതമംഗലത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ ഏറ്റവും പാടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കോതമംഗലത്ത് ഇന്ന കടയിൽ പോയാൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടും, നല്ല കളക്ഷനുണ്ട്, അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു കടയും കോതമംഗലത്ത് തോന്നിയിട്ടില്ല കേട്ടോ. പൊതുവേ അതൊക്കെ എനിക്ക് പെരുമ്പാവൂരൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ പെരുമ്പാവൂർ വരെ നമുക്ക് പോയി ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ദൂരം കൊണ്ട് നമ്മൾ പെരുമ്പാവൂർക്ക് അങ്ങനെ പോകാറുമില്ല. എങ്ങാനും നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പെരുമ്പാവൂർ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാം. അങ്ങനെ നമ്മളിതേ ഇക്കടെ കൂടെ വർക്ക് ചെയ്യുന്ന സാറ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കടയുടെ കാര്യം, കിഡ്സ് വില്ല. അങ്ങനെ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണാൻ പോയത് കേട്ടോ. മൂവാറ്റുപുഴ, കോതമംഗലത്ത് നിന്ന് മൂവാറ്റുപുഴക്ക് പോണ റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് പോയത്. അവിടെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിഡ്സിന് പറ്റിയ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. പിന്നെ എൻ്റെ മൂത്ത ആൾക്ക് സാലിക്ക് പറ്റിയ അത്ര കളക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം സാലിക്കൊക്കെ ഇപ്പോൾ ഏകദേശം 12 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് പറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ എല്ലാം ട്രെൻഡ് സാധനങ്ങളാണ് കേട്ടോ. പ്രസൻറ്റായിട്ടുള്ള ട്രെൻഡായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ രാജേശ്വര മോളുണ്ട്, സൂര്യയുടെ കല്യാണത്തിനൊരു ഡ്രസ്സ് എടുത്തേക്കണെയാണ്. പിന്നെ അതല്ലാതെ നമ്മളങ്ങനെ ഡ്രസ്സ് കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു പഴഞ്ചൻ ടച്ചാണെന്നുള്ളത് കേട്ടോ. കാരണം അവിടെ എല്ലാം ഫുള്ള് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫല്ല, അത് ഓണറാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾ നമുക്ക് ട്രെൻഡായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും മനസ്സിന് പിടിക്കണില്ല കേട്ടോ. എൻ്റെ മനസ്സിലൊരു എന്താ പറയുക സങ്കല്പമുണ്ട്, ആ ഒരു ഡ്രസ്സ് കിട്ടിയാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് എൻ്റെ മുഖം തെളിയാത്തതുകൊണ്ട് തന്നെ ഇക്ക എന്നാൽ അത് വേണ്ട വേണ്ട വേണ്ടെന്ന് പറയും. അങ്ങനെ എന്താ പറയുക, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോഴും ആ ഒരു പഴയ കാലഘട്ടത്തിൽ തന്നെ കിടക്കണേത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡൊന്നും കാണിച്ചിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചില ഡ്രസ്സൊക്കെ ഇടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, പക്ഷേ എനിക്കങ്ങ് പറ്റുന്നില്ല. കല്യാണത്തിന് എനിക്ക് ഇടിയിക്കാൻ പാകത്തിന് എൻ്റെ മനസ്സിന് തൃപ്തിയായിട്ടുള്ളത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം ആളും ഇക്കായും കൂടെ ഒരു നീല ഡ്രസ്സ് കൊച്ചിനെ ഇടിയിച്ച് നോക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, ഡ്രസ്സ് ഇടാൻ നേരത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇടിയിച്ച് നോക്കി, അത്യാവശ്യം നല്ലതൊക്കെയാണ്, പക്ഷെ എനിക്കങ്ങോട്ട് എന്താ പറയുക തൃപ്തിയാകുന്നില്ല എന്ത് ചെയ്താൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദിനൊന്ന് മേക്കലാണ് കേട്ടോ. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെ ഉള്ള എന്താ പറയുക അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കടയിൽ ഇങ്ങനെ ഓടി നടക്കി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇക്ക മൂത്തവർ രണ്ടുപേരും അവരുടെ പുറകിലാണ് കേട്ടോ. ഇടയ്ക്ക് അവർക്ക് സമയം കിട്ടുമ്പോൾ അവർക്ക് തോന്നുമ്പോഴാണ് അവർ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ അവസാനത്തേ നമ്മുടെ കുഞ്ഞോളാ നീല ഡ്രസ്സ് ഊരാനായിട്ട് ഒരുപാട് പാട് വിട്ടു കേട്ടോ. അങ്ങോട്ട് എങ്ങനെ ഇടിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല, ഊരാൻ നേരത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത ഉടുപ്പൊക്കെ ഇടിച്ചപ്പോൾ ആൾക്ക് ദേഷ്യം വരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഡ്രസ്സല്ല 2 ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് എടുത്തു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നമുക്കത് കാണിക്കാം കേട്ടോ. ആ സമയത്ത് അതൊന്നും വീഡിയോ എടുത്തില്ല, പിള്ളേർ ഇളയാക്കട പുറകിലായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞോൾക്ക് നമ്മൾ 2 ഉടുപ്പ് എടുത്തു കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞു നമ്മുടെ കുഞ്ഞോൾക്ക്, ഇപ്പോഴാണ് ആൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്. പിന്നെ ദേ അടുത്തത് നമ്മുടെ സൈഫാന് ഡ്രസ്സ് എടുക്കലാണ്. അപ്പോൾ അവന് കുറേ ഡ്രസ്സൊക്കെ ഇടിയിച്ച് നോക്കി. അപ്പോൾ ആളെ ഒന്ന് ഇടിയിക്കുക ഊരുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. കുറേയൊക്കെ സോപ്പിട്ടും കുറേയൊക്കെ ദേഷ്യപ്പെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടിയിച്ചൊക്കെ നോക്കണത്. അത്യാവശ്യം പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയതൊരു സീസൺ സമയമൊന്നും അല്ലല്ലോ, എന്നിട്ട് പോലും ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ അഭാവം പോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു ഓണറും പിന്നെ അതുപോലെ മറ്റൊരു സ്റ്റാഫാണോന്ന് അറിയത്തില്ല, വേറൊരു പയ്യനും ഉണ്ടായിരുന്നു.
പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് പോയിട്ടോ. എനിക്ക് തോന്നുന്നു ഓണറിൻ്റെ വൈഫ് ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരേ ടൈമിൽ ഒരു 5-6 പേരപ്പോഴേക്കും കസ്റ്റമേഴ്സ് വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതല്ല എനിക്ക് തോന്നിയിട്ടോ. സെർച്ച് ചെയ്യാനൊക്കെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ നമ്മുടെ മുഹമ്മദിനെ നമ്മൾ കുറേയൊക്കെ ഇടിയിച്ച് നോക്കി. അവസാനം നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മളൊരു ഷർട്ട് സെലക്ട് ചെയ്തു. ആ ഷർട്ടിന് പറ്റിയ ഒരു പാൻറ്റും നമുക്ക് കിട്ടിയിട്ടോ. ഒരുപാട് ഇടിയിച്ച് നോക്കിയതിന് ശേഷമാണ് നമുക്കത് ഇഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും ഇക്ക ആകെ അവശതയായിട്ടുണ്ട്. കാരണം ഇക്ക ഈ നമ്മുടെ സെയ്ഫാൻ്റെ ഒപ്പത്തിന് കുനിഞ്ഞിങ്ങനെ നിൽക്കണമല്ലോ. അങ്ങനെ നിന്ന് ഇക്കക്ക് ലാസ്റ്റ് കാലൊക്കെ വേദന എടുക്കലൊക്കെ തുടങ്ങി. പിന്നെ ഓൾറെഡി ആൾക്ക് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാലിനൊക്കെ ഒരു മരയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ നോക്കിയപ്പോൾ ആളവിടെ ഇരിപ്പായിട്ടോ. അങ്ങനെ അതേ നമ്മൾ പാൻറ്റും ഇടിയിച്ച് നോക്കി. ഈ ഒരു പാൻറ്റും ഈ ഒരു ഷർട്ടുമാണ് നമ്മൾ മുഹമ്മദിനെടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ആൾക്കാർക്ക് നോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് കണ്ട് എടുത്തതാണ്. പൂർണ്ണമായും എനിക്കങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ കല്യാണത്തിന് അത് ഇടിയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അന്നേരം എടുത്തപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ സാലിയുടെ കയ്യിൽ കുഞ്ഞോളൊക്കെ കൊടുത്ത് കുറച്ച് നേരം നോക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ കുഞ്ഞോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെയും കുറച്ച് നേരം ഇരിക്കുന്നത് നമ്മുടെ സാലിയുടെ കയ്യിലാണ് കേട്ടോ. ബാക്കിയുള്ളവരുടെ കയ്യിലൊന്നും അത്രയും പോകത്തൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അയാന് ഡ്രസ്സ് നോക്കുകയാണ്. അപ്പോൾ അയാനൊരു ഷർട്ട് നമുക്ക് കിട്ടി. ആ ഷർട്ടിന് പറ്റിയ ഒരു പാൻറ്റ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മൾ കുറേ നേരം തപ്പി, പക്ഷെ നമുക്ക് ആ ഒരു ഷർട്ടിന് എന്താ പറയുക ജോഡിയായിട്ടുള്ളത് നമുക്ക് കിട്ടിയില്ല. പിന്നെ അവനിക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് അവൻ്റെ ഏജിനുള്ള അനുസരിച്ച് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവസാനം നമ്മൾ അയാന് ഷർട്ട് മാത്രം ആക്കിയിട്ട് പാൻറ്റ് പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാലിക്ക് നോക്കാൻ കേട്ടോ. സാലിക്ക് നോക്കിയപ്പോഴാണ് അവിടെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് മോഡൽ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല സാലി ഇട്ടിട്ടൊന്നും കേട്ടോ. അങ്ങനെ പിന്നെ സാലിക്ക് നമ്മൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അവസാനം നമ്മളിതൊക്കെ കഴിഞ്ഞ് ബില്ലാക്കാണ്. അപ്പോഴേക്കും ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈമായിരുന്നു. പിന്നെ നമ്മുടെ മുഹമ്മദ് അപ്പോഴേക്കും വാശി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവന് അവിടെ ഷൂ ഒക്കെ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷൂ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആക്കി. പിന്നെ മേടിച്ചു കൊടുത്താലും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വീട്ടിൽ കൊണ്ടുവന്ന് ചുമ്മാ നശിപ്പിച്ച് കളയും. അങ്ങനെ നമ്മൾ പറഞ്ഞ് സോൾവാക്കി നമ്മൾ കാറിൽ കയറ്റി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കടയിൽ പോകാനുള്ള സമയമൊന്നുമില്ല. കാരണം 7:30 ആകുമ്പോഴേക്കും ഇക്കക്ക് ടർഫിൽ ഇന്ന് കളിയുണ്ട്. അപ്പോൾ അതിന് പോകണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ആൾ പോകുന്നത്. പക്ഷെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ തന്നെ കയറിയപ്പോൾ തന്നെ സമയം അവിടെ ഒരുപാട് പോയി. പിന്നെ നമ്മൾ നേരെ ടർഫിലേക്കാണ് പോയത്. കോതമംഗലത്തുള്ള ടർഫിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കാനൊക്കെ പുറത്തിറങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇക്ക പറഞ്ഞു ഏതായാലും നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ഇക്ക രാത്രി അങ്ങനെ പൊതുവെ ഇപ്പോൾ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടർഫിൻ്റെ അകത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. ഞാനും പിള്ളേരും കൂടെ ചെന്നിട്ട് നമ്മൾ ഇക്ക ഓർഡറൊക്കെ കൊടുത്തെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇക്ക പോയി. ഇക്ക എന്തൊരു ജ്യൂസ് മാത്രം വാങ്ങി കുടിച്ചിട്ട് ഇക്ക കളിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ ഞങ്ങളവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ഞാനും സാലിയും കുഞ്ഞോളും പിന്നെ അതുപോലെ തന്നെ മുഹമ്മദും ഉണ്ട്, അയാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മന്തി വാങ്ങാമെന്ന് വിചാരിച്ചു. ഒത്തിരി നാളായി നമ്മൾ മന്തിയൊക്കെ വാങ്ങിയിട്ടും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ എന്നാൽ മന്തി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ആൾ ദേഷ്യത്തിൽ തന്നെയൊക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ സോപ്പിട്ട് ഇരുത്തിയേക്കണയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരാൾ അവൻ്റെ പുറകെ ഓടാൻ വേണ്ടി തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിക്കണയൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സൈഡിലാണ് ഞാൻ മുഹമ്മദിനെ അയാനൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അവർ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കണയാണ് കേട്ടോ. ഫുഡ് വരാം, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുഞ്ഞോളെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ അപ്പോഴേക്കും നമുക്ക് ഫുഡ് വന്നു. അയാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഫാമാന്ന് തോന്നുന്നു കേട്ടോ. സാലിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാലിക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരനൊരു പിടുത്തം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് ഓർഡർ ചെയ്തോളാനൊക്കെ പറയും. അത് കഴിഞ്ഞ് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ പിന്നെ ആൾക്ക് അത് വേണം കേട്ടോ. അപ്പോൾ അയാൻ അത് ഓർഡർ ചെയ്തതെന്നാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് അത് വേണം. പിന്നെ അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഇടിയായി. ഓൾറെഡി നമ്മൾ മന്തി പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ മന്തി റൈസ് വരികയും ചെയ്തു. പിന്നെ ഇതെല്ലാം കൂടെ എനിക്ക് കഴിക്കാനും പറ്റത്തില്ല, വേസ്റ്റാക്കാനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ സാലീനെ പറഞ്ഞ് മനസ്സിലാക്കി ആളുടെ അടുത്ത് മന്തി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ സാലീനോട് നമുക്ക് പൊതുവെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആൾ അക്സെപ്റ്റ് ചെയ്തോളൂ കേട്ടോ. അത് തന്നെ വലിയൊരു ഉപകാരം. പിന്നെ വേഗം റൈസൊക്കെ ആൾ തന്നെ വിളമ്പിയെടുക്കുകയാണ്. കാരണം എനിക്ക് കൊച്ച് കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ വിളമ്പി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ തന്നെ വിളമ്പിക്കോളാൻ പറഞ്ഞു. പിന്നെ അവൻ തന്നെയാണ് എനിക്ക്
എനിക്കും അതുപോലെ മുഹമ്മദിനും എന്താ പറയുക വിളമ്പി തന്നതൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങളിത് വിളമ്പി കഴിക്കുകയാണെങ്കിലും പിള്ളേരുടെ കണ്ണ് ആ ഒരു ടർഫിലാണ് കേട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് താഴെ പോകണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് കേട്ടോ അവരിയ്ക്കുക. പിന്നെ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധിക്കാനൊന്നും ഇല്ലല്ലോ. എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. വീട്ടിലങ്ങനെയാണ്. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ പുറകെ നിൽക്കേണ്ടി വരും, കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് പുറത്തുനിന്നാണെങ്കിൽ ഫുഡെങ്കിൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ആവശ്യത്തിന് കഴിച്ചോളും. അത് എന്താ പറയുക, നമ്മൾക്ക് ഒരു ടെൻഷനും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് അത്രയൊന്നും നല്ല ഹെൽത്തി ഫുഡൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ മേടിച്ച് കൊടുക്കാറുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കും. അത് നമ്മൾ ഒരു വിധത്തിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. മൂത്ത ആൾക്കാരെ പുറകെ അങ്ങനെ നിൽക്കേണ്ടി വന്നില്ല. എന്നാലും നമ്മുടെ കുഞ്ഞോൾ കയ്യിലിരിക്കണോണ്ട് എനിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മളിതൊക്കെ ശീലമായല്ലോ. ഒരു വിധത്തിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് നമ്മളിത് താഴേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ സേഫാനൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെന്ന്. പിന്നെ അവിടെ തന്നെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് താക്കോൽ ചോദിച്ചപ്പോൾ അവർ താക്കോൽ തന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് ടർഫിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പായിട്ടോ. പിന്നെ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ മൂത്തവരെല്ലാം അതിൽ കൂടെ കിടന്ന് ഓടൽ ചാടൽ. അപ്പോൾ ഈ പിള്ളേരെങ്ങനെയും പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ശ്രദ്ധ മുഴുവനും പിള്ളേരുടെ അടുത്തായിരുന്നു കേട്ടോ. കാരണം രാത്രിയാണ് എങ്ങനെയും പോയാൽ പിന്നെ കാണത്തില്ല. അപ്പോൾ അത് കാരണം മുഹമ്മദാണ് ഈ ഓട്ടക്കാരനാണാനും. അപ്പോൾ അവൻ്റെ പുറകെ ആയിരുന്നു എൻ്റെ കണ്ണ് ഫുള്ള്. ഒന്ന് മാറുമ്പോഴേക്കും ഞാൻ സാലീനെ വിടും, എങ്ങടെ പോയെന്ന് നോക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെ സമയം കഴിഞ്ഞു. ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാളെ മാത്രമായിട്ട് അറിയത്തുള്ളൂ. ഷെഫീഖ് എന്ന് പറഞ്ഞ ഇക്കാനെ മാത്രമേ ഞാൻ അറിയത്തുള്ളൂ. അപ്പോൾ ആ ഇക്ക അടിപാടുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യം ഞാൻ അറിയത്തില്ല. എല്ലാവരും പോലീസുകാർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ചിലവരൊക്കെ എന്നിട്ട് ചോദിച്ചു ആരാ വൈഫാന്നൊക്കെ ചോദിച്ചു കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കോതമംഗലം ആ ഒരു സൈഡിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇക്കാനോട് ചോദിച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ അതേ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം ഇതിൽ കൂടെയൊക്കെ നടന്നു, കളികളൊക്കെ കണ്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതേ ടർഫിൻ്റെ മുകളിലായിട്ട് കുമ്പളങ്ങ ഉണ്ടായി നിൽക്കണം കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങയുടെ ഒരു സീസണല്ലേ, എവിടെ നോക്കിയാലും കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ടർഫിൻ്റെ മുകളിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ടർഫിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ ആളുണ്ടല്ലോ സൈഫാൻ, അവൻ 6 മാസമുള്ള സമയത്ത്, എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞോളുടെ ഈ ഒരു സമയം തന്നെ, ഈ ഒരു സമയം അന്ന് 6 മാസമുള്ള സമയത്ത് ഞങ്ങൾ ഇതുപോലെ ടർഫിൽ വന്നിട്ടുണ്ട് കളി കാണാനൊക്കെ ആയിട്ട്. അല്ലാതെ നമ്മൾ വന്നിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ എന്ന് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുട്ബോൾ അത്ര ഇഷ്ടമുള്ള കളിയൊന്നുമല്ല. ക്രിക്കറ്റാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. കാരണം ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. നമ്മുടെ കുഞ്ഞിലെ വാപ്പിച്ചി മാങ്ങളെയൊക്കെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫുട്ബോൾ എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ. ഇക്കാടെ അടുത്ത് വന്നേ പിന്നെയാണ് ഈ ഒരു ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുട്ബോൾ കുറച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക കഷ്ടപ്പെട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു അങ്ങനെ എപ്പോഴും കളിക്കാനൊന്നും പോണത്. ഇപ്പോൾ ആദ്യത്തെ അത്രയൊന്നും കളിക്കാനൊന്നും പോകാനുള്ള ടൈം ഇക്കാക്കില്ല കേട്ടോ. കാരണം അതുപോലെ വീട്ടിൽ വന്നാലും ഓരോരോ കാര്യങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും നമുക്ക് എന്താ പറയുക ഇക്കാക്കാണെങ്കിലും പോകാനും പറ്റണില്ല. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ വിടാണ് കേട്ടോ. അപ്പം ആ ഒരു സമയത്തെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾക്കാർ വന്നു കേട്ടോ. ഓരോ ടൈമാണല്ലോ ടർഫിൽ കളിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് പിള്ളേരെ ഒന്ന് കയറ്റി അതിൻ്റെ അകത്ത് കയറ്റി അവരെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞില്ല, കാരണം അന്നേരം സമയമില്ലാന്ന് എനിക്കറിയായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ഒരു ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇക്കാനോട് ഒരു നമുക്കൊന്ന് കഴിച്ചാലോ എന്ന് പറഞ്ഞു. ഞാൻ അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ അവിൽ മിൽക്ക്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും കിട്ടുന്ന അവസരമല്ലല്ലോ, വണ്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ കയറാമെന്ന് വിചാരിച്ചു. പിക്കായും വാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ബനാവിൽ അങ്ങനെയാന്ന് തോന്നുന്നു ഷോപ്പിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് എൻ്റെ ഒരു വായിക്കണേ എന്നാന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു. അവിടെ നമ്മൾ ഓർഡർ കൊടുത്തു. നമ്മളെപ്പോഴും എന്താ പറയുക എല്ലാം ഒരേപോലത്തെ ഓർഡർ കൊടുക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ നല്ലതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാം ഓരോന്നേ പറയത്തുള്ളൂ. ഇനിയിപ്പോൾ കൊള്ളൂല്ലെങ്കിലും എല്ലാവരും കൂടെ കഴിച്ച് തീർക്കാമല്ലോ. അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ എല്ലാവർക്കും കൂടി
കഴിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ പൊതുവേ കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ നമ്മളെല്ലാവരും എന്താ പറയുക ഒരു നാലാണെന്ന് തോന്നുന്നു, 4 അവിൽ മിൽക്ക് പറഞ്ഞു. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഐറ്റം വന്നു. അത്യാവശ്യം എന്താ പറയുക സാധാ അവിൽ മിൽക്കാണെങ്കിൽ അത്രയും വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ സ്പെഷ്യലായിട്ടൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താ മാംഗോ ചക്ക മാങ്ങ തേങ്ങയോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ, ആ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ അതെ ഇത് കുടുക്ക അവിൽ മിൽക്കോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. എല്ലാത്തിനും ഓരോരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓറിയോ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ, പേരൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടോ. അങ്ങനെ 3 ഐറ്റമാണ് കേട്ടോ പറഞ്ഞത്, 4 ഐറ്റം അല്ല പറഞ്ഞത്, 3 ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു കുടുക്കയെ തന്നെ അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ 3 എണ്ണം പറഞ്ഞത്. പിന്നെ ചക്ക മാങ്ങ തേങ്ങയോ അങ്ങനെ എന്തൊരു സംഭവമായിരുന്നു, അതും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു ചക്കയുടെ പൾപ്പും അതുപോലെ മാംഗോയുടെയും ടെൻഡർ കോക്കനട്ടിൻ്റെ എല്ലാം കൂടെ ആയിട്ട് നല്ലതായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. അത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓറിയോയുടെ ഒരു സംഭവമായിരുന്നു, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു കുടുക്കയിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഐസ്ക്രീം ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു സാധാ അവിൽ മിൽക്ക് വാങ്ങി കഴിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്യാവശ്യം അതിനേക്കാൾ റേറ്റ് കാണാനും, പക്ഷേ എപ്പോഴും നോർമൽ അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റൊന്നും ബാക്കിയുള്ളതിനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുഹമ്മദിന് വീണ്ടും വാശിയായിട്ടോ, എന്നാന്നറിയത്തില്ല, അവൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. പിന്നെ അവസാനം മിക്ക ദേഷ്യപ്പെട്ട് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.